വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ ഇന്ന് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ കാശിൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നതാണ് 10-ന്. അപ്പോൾ 5th ബർത്ത്ഡേ നമ്മൾ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ മഞ്ഞമ്പതിക്കുന്നിലാണ് പോകുന്നത്, കാഞ്ഞങ്ങാട്. അപ്പോൾ പിന്നെ എന്തായാലും വൈകുന്നേരം ഇപ്പോൾ 4 മണിയായി. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, മാളും, ഓളെയും കൂടെ കൂട്ടണം. അവളിൻ്റെ നമ്മളപ്പം അവൾ വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞാൻ വന്ന് നമ്മളപ്പം ഒരു കൂട്ടായല്ല. അങ്ങനെ അവളെ അവിടെ പിക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരെ വെടിയുന്നത്. അപ്പോൾ പോവാം. അപ്പോൾ നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ വലിയ ഇതൊന്നുമല്ല. നമ്മളെ എപ്പോൾ എടുക്കുന്ന പോലെ അരീഷായിട്ട് നമ്മൾ ചൈത്രം സ്റ്റുഡിയോ. അപ്പോൾ നമ്മളൊരു ബ്രദറാണ്. അപ്പോൾ ആൾ പറഞ്ഞപ്പം എടുത്തരും എല്ലാം. നമ്മളതിനെല്ലാം ഫോട്ടോസ് എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിൻ്റെ വ്ളോഗിൽ ഞാൻ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ചൈത്ര സ്റ്റുഡിയോ. അപ്പോൾ ആളാണ് നമുക്ക് എടുത്തിരുന്നത് ഫോട്ടോസ്. അപ്പം ജസ്റ്റ് എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് 3 ദിവസം കൂടി ഉള്ളൂ ബർത്ത്ഡേക്ക്. സോ നമ്മൾ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുക്കാമെന്നുള്ള രീതിയിൽ പോകുന്നത്. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഈ ഷൂട്ട് മാത്രമല്ല, ഷൂട്ടും ഞാൻ വിചാരിക്കുന്ന ഈ ഒരു വ്ളോഗിൽ ഷൂട്ട് കാര്യങ്ങളും ഇന്നെടുക്കുന്നതും പിന്നെ നമ്മളെ ബർത്ത്ഡേയുടെ അന്നത്തെ ചെറിയൊരു സെലിബ്രേഷനും കൂടി ആഡ് ചെയ്തിട്ട് ഉള്ളൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ എല്ലാം പാർട്ടായിട്ട് എടുക്കുന്നതിനേക്കാൾ എല്ലാം കൂടി ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ബർത്ത്ഡേ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മാളുവേമനെ പിക്ക് ചെയ്തിട്ടുണ്ട് പകുതി വയ്ക്കുന്നത്. അപ്പം നമ്മൾ 3 ആൾ കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ മെയിൻ റൂട്ടിലല്ല, കാഞ്ഞങ്ങാട് നമ്മൾ ഈ ഒരു ആലിങ്കയിൽ ആ ഒരു റൂട്ടിലാണ് കേട്ടോ, ബങ്കളം ആ സൈഡ് റൂട്ടിലാണ് പോകുന്നത്. അതിലാകുമ്പോൾ ട്രാഫിക് കുറവായിരിക്കും. ഇപ്പം ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ എടുക്കാൻ നോക്കി. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കേട്ടോ, പോകുന്ന വഴി നല്ല വയലും കാര്യങ്ങളും. പിന്നെ അങ്ങനെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. മറ്റേ മെയിൻ റൂട്ടിലാകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വഴിയാണ് അധികം ഇങ്ങോട്ട് പോകാറുള്ളത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ പോകുന്ന വഴിയെല്ലാം കാണാൻ. ഏറ്റവും വലിയ ശോകം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ 2ാമത്തെ വയസ്സിലാണ് ഈ മഞ്ഞമ്പതി കുന്നത് കാശിൻ്റെ ബർത്ത്ഡേ ഷൂട്ട് എടുക്കാൻ വന്നിട്ടുള്ളത്. അതിനേക്കാൾ ബോറാണ് ഇപ്പോഴത്തെ റൂട്ട്. കാരണം വെച്ചാൽ ഇവിടെ മഞ്ഞമ്പതി കുന്നിലേക്കുള്ള കയറ്റം എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ഭയങ്കര ഈ ഒരു നമ്മളൊരു ഷൂട്ടിലെടുക്കാൻ വരുന്ന ആൾക്കാർ നല്ലൊരു ടൂറിസം പോലത്തെ ഒരു സ്ഥലമാണ് മഞ്ഞമ്പതി കുന്നെങ്കിലും അതിലത്തെ റൂട്ട് അവിടത്തേക്കുള്ള ആ മുകളിലേക്ക് കയറുന്ന ആ ഒരു മല പോലെയില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര എന്താ പറയുക, റോഡൊക്കെ മോശമായിട്ട് വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മറ്റേ ട്രക്കിങ്ങിന് പോകുന്ന ഇത് കയറുന്ന പോലെയായിരുന്നു അവസ്ഥ. അപ്പോൾ അത് ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നാട്ടിൽ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയായിട്ടുള്ളത്. അത് ഭയങ്കര ശോകമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മഞ്ഞമ്പതി കുന്നിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ആ ഒരു പേര് വന്നത് തന്നെ നല്ല വെയിലുള്ള സമയത്തും അവിടെ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഫോഗ് മൂടിയ ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല അവിടെ മഞ്ഞമ്പതി കുന്ന് എന്ന് പറഞ്ഞത്. മഞ്ഞ് പൊതിഞ്ഞുള്ള ഒരു കുന്നാണ് അവിടെ. എപ്പോഴും നല്ല വെയിലാണെങ്കിൽ ഒരു സമയത്ത് പോലും അവിടെ ഒരു മഞ്ഞിൻ്റെ ഒരു തണുപ്പല്ല, പക്ഷെ ഒരു മഞ്ഞ് നമുക്കറിയാമല്ലോ മഞ്ഞ് കാണുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫോഗ്, ആ ഒരു മൂടൽ മഞ്ഞിൻ്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കണം അവിടെ മഞ്ഞമ്പതി കുന്ന് പേരിട്ട്, അറിയില്ല, നമ്മൾ ഊഹിച്ചപ്പോൾ അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇവിടെ നല്ല പ്ലേസാണ് കേട്ടോ, ഷൂട്ട് ചെയ്യാനെല്ലാം നല്ലതാണ്. ബർത്ത്ഡേ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്ത് കാഞ്ഞങ്ങാട് നീലേശ്വരമുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെയാണ് തോന്നുന്നു ഒരുവിധം ഷൂട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ കാശി കടത്തിയാടും വിശപ്പ് തുടങ്ങി. അവനൊന്നും വന്നിട്ട് സ്കൂൾ വിട്ടിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ നേരെ ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തു, അതാണെന്ന് കൊടുത്തു. പിന്നെ നമ്മൾ അരീഷേട്ടനെ വെയിറ്റ് ചെയ്യുന്നത്, അരീഷേട്ടൻ എത്താനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ബലൂണെല്ലാം ഊതാനുണ്ടായിന്. അപ്പം കുറച്ച് ബലൂണെല്ലാം മാളൂട്ടിനെ കൊണ്ട് ഊതിപ്പിച്ചു. പ്രകാശ് ചേട്ടനും മാളൂട്ടിയും കൂടി ബലൂൺ ഊതൽ മത്സരം നടക്കുന്നു. അങ്ങനെ അരീഷേട്ടൻ്റെ എൻട്രിയാണ് അടുത്തതായിട്ട് കാണുന്നത്. ഇങ്ങോട്ടേക്ക്
നിക്കണം ഫോട്ടോയില്. ഗൈസ് മാള് മേമ ചിരിയല്ല. കാശി മാള് മേമനെ പരിചയപ്പെടുത്തി കൊടുത്തത് ആര്? ഇല്ല അവിടെ പാറയില്ലേ. നല്ല വേണ്ട സു നല്ലില്ലേ? എന്നെ എടുക്കണം. ഇങ്ങോട്ടൊക്കെ അതിനെ നോക്കി അതിന്റെ കൈ പിടിച്ചോ. ഓടലോടല അമ്മേന്റെ അടുത്ത് ഓടലോടലോടല. അങ്ങോട്ട് പോലെ കാശി. അച്ഛനോടാക്കാൻ വരല അതിനിടയിൽ. അത് 2 സത്യം 55 കുഞ്ഞിക്ക്. അത് സത്യം പോറാന്ന് വിളിച്ചിട്ടാ 5 എടുക്ക്. ആ ബ്ലാക്ക് മതി. 55 വയസ്സാ. അത് തലേനെ മുകളിൽ ഇങ്ങനെ ഇടാതെ നല്ല ഉണ്ടാവും. തലേനെ മുകളിൽ അങ്ങനെ ആടെ ഇടാൻ പറ്റും. അങ്ങനെ ഇട്ടാൽ നല്ല ഉണ്ടാവും. തലക്ക് അതൊരു കുഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ നല്ല ഉണ്ടായത്. കണ്ണട നല്ല രസമുണ്ട്. കണ്ണട നല്ല രസമുണ്ട്. ഇത് കണ്ണട സൂപ്പർ. കാശി ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. സൂമായിട്ടാ നല്ല സുഖാണ്. നിങ്ങളാ ഷൂ ഇട്ടാലേ ഫോട്ടോ വൃത്തി ഉണ്ടാവും. കാശി വെറുതെ മോട്ടത്തിൽ എടുക്കാൻ. സൺ കിസ്ഡ് മാളും ആ ഭാഗത്ത്. നല്ല സ്ഥലല്ലേ. ഇങ്ങനെ ഏകാന്തമായി നമ്മുടെ ഓനി ഫുൾ ഷൂട്ട് വേണം പോലും. അതുകൊണ്ടാണ് ഷൂട്ടാക്കി. ശരിക്കടാ അങ്ങനെ അറിഞ്ഞോ. ശരി നമ്പർ ചെറിയ
നല്ല സൂ നിനക്കെല്ലാം ഫോട്ടോ കിട്ടിട്ട് എടുത്തരണേ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫിയിൽ എടുത്തിച്ചൂടെ വാട്സപ്പിൽ വേണ്ട. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. സമയം ഇപ്പം തന്നെ 6 മണി കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു ഇരുട് വന്നു. പിന്നെ ലൈറ്റ് പോയതുകൊണ്ട് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം പിന്നെ വേഗം കുറച്ച് നല്ലത് കിട്ടിയിട്ടുണ്ടായിനി. പക്ഷെ ഓന് കുറേ മടുത്തു. അങ്ങനെയാണ്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ ഷൂട്ടിയുടെ കയ്യിൽ നിന്ന് ഇനി നമുക്ക് ബർത്ത്ഡേ ഒന്ന് കാണാം. അങ്ങനെ ഇന്ന് കാശീൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. രാവിലെ തന്നെ ഇന്നലെ നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ രാവിലെ ഇനി അമ്പലത്തിലേക്ക് പോകാൻ നിന്നില്ല. കാരണം ശീലയിൽ കഴിയാണ്ട് പായസം കിട്ടുന്നുള്ളൂ. പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ കുറച്ച് കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ രാവിലെ സ്കൂളിലേക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ആൻറ്റിമാർക്കും അവർക്കൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതൊന്ന് കൊടുക്കണം. അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ. കൊടുത്തിട്ട് ഇങ്ങോട്ട് വരണം. അപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്താ ഒന്നുകൂടി ആദ്യം കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നതല്ലേ? സംഭവമൊന്നുമില്ല ഗൈസ്. ഞാനില്ലേ പോകുമ്പോൾ ഉള്ളിലത്തെ ചെരുപ്പിട്ട് തന്നെ പോകാൻ വേണ്ടി നിന്നു. അത് എത്ര പേർക്ക് പറ്റുമെന്ന് അറിയില്ല. നേരെ പോകുമ്പോൾ ഞാൻ അകത്തിടുന്ന ചെരുപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. പെട്ടെന്നാണ് കണ്ടത്. അതിന് വേഗം പോയിട്ടുണ്ട്. അത് ചെരുപ്പ് മാറ്റിയിട്ട് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ എത്ര പേർക്ക് പറ്റുന്നതെന്നും പറയണം കേട്ടോ. ഇപ്പം നീ ഏടെ ഉപ്പളല്ലേ അതല്ലേ എപ്പം അതല്ലേ അതല്ലേ. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് KGയിലേക്ക് നോക്കുമ്പോൾ ആരുമില്ല. അപ്പോഴത്തേക്ക് ഇന്ന് നമ്മളെ കാർത്തു മാം മോൻ്റെ ക്ലാസ് ടീച്ചർ ലീവായിരുന്നു. എന്തോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിന് മാമിന്. അതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് UKGയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ UKGയിൽ സരിത മാമും വരണത്രേ. അപ്പോൾ വേറൊരു മിസ്സിനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അവിടെ നിൽക്കുകയെന്ന്. അപ്പോൾ പിന്നെ മാം പറഞ്ഞു ആളെ ഓഫീസിൽ വെയിറ്റ് ചെയ്തോന്ന്. മാം വന്നിട്ട് കണ്ട് സംസാരിച്ചിട്ട് ജസ്റ്റ് അത് കുട്ടികൾക്ക് കൊടുക്കുന്നതൊന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേയിൽ കവർ ചെയ്യുന്നതല്ലേ വീഡിയോ. അപ്പോൾ അങ്ങനെ മാം പറഞ്ഞു അവിടെ ഇരുന്ന് വന്നാൽ വേഗം മാം വന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതാക്കാമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാം എത്തിയിട്ട് അങ്ങനെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ നേരെ ഇനി 12 മണിക്ക് ഇതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണം. പോയിട്ട് പായസം വാങ്ങിയിട്ട് വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾക്കിനി അങ്ങോട്ടേക്ക് പോകാം. അതെ ഇത് ഇതൊന്നും വോയിസ് കട്ട് കണ്ടിടും ഞാൻ. ഇല്ല നിങ്ങളെല്ലാം കിട്ടട്ടെ. ഇനി പായസം വാങ്ങുന്നതെല്ലാം നിങ്ങളുടെ എടുത്തല്ലേ. അതിന് രസീത് ഉണ്ട് നിങ്ങളെ കയ്യില്. ഞാൻ ബാഗൊന്നും കിട്ടാം. ശിവേലി കഴിഞ്ഞ ശേഷം തിരുനെല്ലി ഇപ്പുറത്തന്നെ വീണോ വെയിൽ നടക്കണ്ടല്ലോ. എന്നിട്ട് ഈ ബെഞ്ചിരിക്കുമ്പോൾ തോന്നുന്നു കേട്ടിരിക്കുമ്പോൾ തോന്നില്ലേ സമാധാനം തോന്നുന്നു. അതല്ലെങ്കിൽ അങ്ങനല്ലേ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ഉണ്ടാവില്ല. നിങ്ങളതൊരു ഉണ്ടാവും ഇവർക്ക് നെഗറ്റീവ് വിടുന്നു. എന്നെ വേണം കേട്ടോ. അപ്പോൾ ശർക്കര പായസം നമ്മൾ ഇന്നലെ കഴിച്ചു. ഇന്നലെ വന്നിട്ടുണ്ടായി. ഇന്നലെ വന്നതുകൊണ്ട് ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് വനക്കുട്ടി വന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് തൊഴുത് പ്രസാദം വാങ്ങി ശർക്കര നെയ് പായസം കഴിപ്പിച്ചു. അപ്പം അതിന് രാവിലെ ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ച് രാവിലെ കിട്ടിയില്ല. 12 മണി. അപ്പോൾ പിന്നെ സ്കൂളിലാണ് വിട്ടിനല്ലോ. 12 മണി 12:20 ശിവേലി കഴിഞ്ഞിട്ട് കിട്ടും ഉത്സവം. അപ്പം അങ്ങനെ പായസം വാങ്ങണം, പോകണം. ഇന്ന് അത്രയേ ഉള്ളൂ. ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം 6 മണി 6:30 ഇവരെ ഫ്രണ്ട്സ് ഉണ്ട്. 2-3 ആൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അടുത്ത് കളിക്കുന്ന നാട്ടിൽ. അവരെ ഭാര്യമാരുണ്ട്, കുഞ്ഞി. അങ്ങനെ നമ്മൾ 3 ഫാമിലി, 3-4 ഫാമിലി എല്ലാവരും വരുമോ അറിയില്ല. വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഓറിക്സിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് ചെറിയ എന്തെങ്കിലും ട്രീറ്റ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഓന് ഇഷ്ടം എന്ന് പറയുന്നത് അവന് സ്കൂളിൽ കൊടുക്കുന്നതാണ് കുഞ്ഞക്ക്. എല്ലാവരും ബർത്ത്ഡേ കിട്ടുന്നതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് രാവിലെ തന്നെ ഭയങ്കര സങ്കടം. അവൻ്റെ കാർത്തു മാം ഇന്ന് ലീവായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് മാം ലീവായതുകൊണ്ട് മറ്റേ മാമുണ്ട്, സരിത മാം ലേറ്റായി വരാൻ. അതുകൊണ്ട് കരഞ്ഞ് രാവിലെ. അപ്പോൾ ഒരു സങ്കടമായി. അതുവരെ ഭയങ്കര ഉഷാറിൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി, ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനം എടുത്തിട്ടാണ് പോകാൻ തോന്നി. പിന്നെ എല്ലാം പോയി അവിടെ എത്തിയിട്ട് കഴിയുമ്പോഴത്തേക്ക് മാമിനെ കാണാത്തപ്പോൾ സങ്കടമായി. എനിക്കും സങ്കടമായി മാം വരാത്തതുകൊണ്ട്. അപ്പോൾ എന്താ അറിയില്ല, മാമിന് എന്തെങ്കിലും അസുഖം പെട്ടെന്നായിട്ടുണ്ടാവും. പിന്നെന്താ
അങ്ങനെ അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അങ്ങനെ ഇപ്പോൾ 12 മണിക്ക് പായസമാണ് വന്നത്. ഇന്നിങ്ങനെയുള്ളൂ ഗൈസ് വിശേഷം. 4 വർഷം നല്ല സന്തോഷത്തോടെ ആഘോഷിച്ചു ബർത്ത്ഡേ കൊണ്ട്. ഇന്ന് ഇനിയിപ്പോൾ 5ാമത്തെ വയസ്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്നിക്കുന്ന തല കാണുന്നില്ല. ഓക്കെ അല്ലേ, ബൈ. അവസാനം ഞാൻ ചോദിക്കുന്നത് നിന്റെ ബർത്ത്ഡേ ആണോ ചോദിക്കുന്നത്? കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കുഞ്ഞില്ല. വേറെ പോയി ഇങ്ങനെ പോലെ എനിക്ക് ഈ മന്ത് കൂടെ അമ്പലത്തിൽ കയറാൻ പറ്റും ഗൈസ്. നെക്സ്റ്റ് മന്ത് ഫുള്ള് ആവില്ല. അവൻ്റെ ഇപ്പോഴത്തെ ഫുള്ള് അമ്പലം ഇറങ്ങുന്നല്ലേ. നിങ്ങൾക്ക് ഫുള്ള് ഗുരുവായൂർ കാവിലൂടെ പോകണം. പോകുന്നതിന് മുന്നേ കേട്ടോ, 6 മാസം കഴിഞ്ഞതിന് മുന്നേ കാവിലൂടെ പോട്ടാ. കോവിഡ് ആയതുകൊണ്ട് അമ്പലത്തിൽ ആകെ ഓണത്തിന് ആ സമയത്ത് അമ്പലം കണ്ടതാ. പറഞ്ഞു പറഞ്ഞു പിന്നെ പോയിക്കാലോ. നമുക്ക് നേരെ പായസം ഈ സൈഡിൽ നിന്നാണ് വാങ്ങേണ്ടത്. ആയി തോന്നുന്നു ശർക്കര പായസം. പ്രസാദങ്ങൾ ഫുള്ള് തീർക്കും, ആരും കൊടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ ആക്കല്ല നല്ല. അങ്ങനെ നമ്മൾ ശർക്കര പായസം വാങ്ങിയതിന് നേരെ വീട്ടിലേക്ക് വേണം. നല്ല വെയിലിട്ട് നിൽക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ്. നട്ടുച്ചപ്പൊരി വെയിൽ പറയുന്ന പോലെ. അങ്ങനെ കാശ് വരുമ്പോഴത്തേക്ക് വീട്ടിലൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. ശില്പ വന്നിട്ടാ അവിടെ വന്നിട്ട് പോയി. എപ്പോ ഓരോരു തുറക്കാട് തുറക്ക് നോക്ക്, തുറക്കാൻ നമുക്ക്. അതാ നീ മറ്റേ വേണ്ട തീവണ്ടി കൂവണ്ടി അതിന്റെ തെരഞ്ഞു നിൽക്കാൻ അങ്ങോട്ട് തന്നെ കൊടുത്തിരുന്നത് ശില്പേ. ഓ പൊട്ടുന്ന കാറായിട്ടായിരിക്കും. റിമോട്ട് കാറ് ഞാൻ പറഞ്ഞേ. എന്താ നീ ഭയങ്കര സാധനല്ല. ഓൻ ഇത് കളഞ്ഞൂടാ, ഷോക്കേസിൽ വെക്കേണ്ടതാണ് കേട്ടാ. ഇന്നത്തെ കൈ വരുവാ. ചിലത്തെ എനിക്കെന്ത് പറയേണ്ടത്. ഇതാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട് ശില്പ. അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല. പറ ശില്പ, എന്നെ കുറിച്ച് അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. ഇത് കാണുന്നവർ പറയും ഇത് പറഞ്ഞു പറയിപ്പിച്ചത്, ഇത് റീടേക്ക് അടിച്ചാന്ന് പറയും. സ്വന്തമായി പറഞ്ഞാൽ അതെ ഗൈസ് ഞാൻ പറയുന്നത് പറഞ്ഞാണ്. സുശീലയാണ്, സുമോഖയാണ്. അപ്പൊ ഇവിടെ വന്നോണ്ടാക്കുന്നെങ്കിൽ ആയി കൊടുക്കണ്ട, ചായ ആക്കി കൊടുക്കണ്ട.
ഗിഫ്റ്റ് ഇഷ്ടായിട്ടേ പുക പറഞ്ഞിട്ടുണ്ട് ഗൈസ് ബാക്കിൽ പുക പറഞ്ഞില്ല അങ്ങനെ ചായയെല്ലാം കുടിച്ച് ശില്പ ഇറങ്ങി. അപ്പം നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മൾ നേരെ ഒറിക്സിലേക്കാണ് പോകുന്നത്. ഓളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ നടന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇവരെ പ്രകാശ് ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇത് മാത്രമായതുകൊണ്ട് ഫാമിലി ആരുമില്ല, നമ്മൾ ഫ്രണ്ട്സ് മാത്രം കൂടുന്നതാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സും വേറെ ആരും ഉണ്ടായില്ല. അങ്ങനെ ഒരു ചെറിയൊരു പാർട്ടി പോലെ, പാർട്ടിയൊന്നും അല്ല എന്ന് പറയാം, 3 പേര് ജസ്റ്റ് അവരെപ്പോഴും നമ്മളെപ്പോഴും കാണുന്നതാണ്, അവരെപ്പോഴും നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഒന്നിച്ച് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്നുകൂടെ ഒന്നിച്ച് അവരൊന്നിച്ച് കൂടാന്നുള്ള രീതിയിലൊരു ട്രീറ്റ് ചെയ്ത് കാശിക്ക് ഒന്നിച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഓനും പിള്ളേർ അനേക ആദ്രി 2 ആളും വലിയ കാര്യമാണ്. അപ്പോൾ അവരോട് ഒന്നിച്ച് കളിക്കുന്ന കുറച്ച് സ്പെൻഡ് ചെയ്യും, പിന്നെ പാർക്കിൽ കുറച്ചേരം കളിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഒറിക്സിലേക്ക് ആക്കാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ഒട്ടും വലിയ പ്രതീക്ഷയില്ലാണ്ടാണ് അവിടെ നിന്ന സംഭവം എന്നൊന്നും അറിയില്ല, ജസ്റ്റ് എങ്ങനെയാവുന്നൊന്നും അറിയില്ല, അതിൻ്റെ ഫൈനലി പിന്നെ കണ്ടിട്ട് അറിയണം. അപ്പോൾ ഗൈസ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒറിക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഏട്ടൻ്റെ, അപ്പോൾ അവരെ കാത്തിക്കണം. ഒരു ലൈറ്റിന് ഇഷ്യൂ ഉണ്ട്, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യണം, പിന്നെ ജസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കും. ഇത്രയേ ഉള്ളൂ. ഓടാണ്ട് നടന്ന് അങ്ങോട്ട് പോരാം. എന്തിനേ എനിക്ക് നമ്മളെ ഇവിടെ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിലൊന്ന് ഒറിക്സാണ്. അതിന് വേറൊന്നുമില്ല, അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ആ ഒരു വൈബ് ക്രിയേഷൻ എന്നാണ് പറയേണ്ടത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ഭയങ്കരമായിരിക്കും. ഫാമിലി ഫ്രണ്ട്സ് പോകുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഫാമിലിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ, കാരണം പ്രത്യേകിച്ച് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫുമാരും അവരെ കുട്ടികളെല്ലാം കൂടിയിട്ട് പോകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ നിന്ന് ഒരു അരമണിക്കൂറും നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നമ്മളെ എന്തൊക്കെയോ ഒരു മെമ്മറീസ് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറിക്സ് പ്ലാൻ ചെയ്തത്. പിന്നെ തൊട്ടടുത്ത് നളന്ത ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കെന്തോ നമ്മൾ പോകുന്നതുകൊണ്ടോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ഒറിക്സാണ്. അവിടെ ഇരിക്കാനും പിന്നെ മോനും ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഒരു ഭയങ്കര രസമാണ്. അവിടുത്തെ ഫുഡായാലും എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും വരുന്നത് ഗൈസ്, അവരെ പാവം എൻ്റെ മോൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂറാകുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങി. വിശപ്പെന്ന് വെച്ചാൽ വൈകുന്നേരം വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ശില്പയെല്ലാം വന്നിട്ടുണ്ട്, വണ്ടി കൊണ്ട് കളിച്ച് അപ്പോൾ ഇപ്പോൾ നല്ലോണം വിശന്നു ഇടത്തിട്ട്. അപ്പം പിന്നെ ഞാൻ വിളിച്ചു എന്നാലും ഫുഡ് കൊടുത്തിട്ട് കേക്ക് കട്ടി അവരെത്തുമ്പോഴത്തേക്ക് ഓൻ്റെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓന് മാത്രം വേഗം ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് വേഗം തന്നെ ഫുഡിൻ്റെ കുറേ ഫുഡ് എല്ലാവരും ഉണ്ടാകുമ്പോൾ എന്താ വേണ്ടതെന്നല്ല, അപ്പോൾ ഒന്നിച്ചെല്ലാം നോക്കിയിട്ട് പ്രേക്ഷകനാണെങ്കിൽ നോക്കിയിരുന്നു. ആ ഒരു സമയത്തേക്ക് അവർ എത്താൻ വേണ്ടിയിട്ട് പോയി എത്തുന്നുണ്ട്, ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി അങ്ങനെ അവരെത്തി ഗൈസ്. എൻട്രിയാണ് വൈഫില്ലല്ലേ. അപ്പോഴത്തേക്ക് പുറത്ത് നമ്മൾ രേവതേച്ചും സൈനിച്ചും ആടെയുണ്ട്, കുഞ്ഞളും. ഞാൻ വേഗം പുറത്തേക്ക് പോയി. അവർക്ക് സർപ്രൈസായിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നത് കാണിക്കുന്നത് നല്ല മടിയാണ് രേവതേച്ചിക്കെല്ലാം വ്ളോഗിൽ ഇങ്ങനെ നോക്കാൻ തന്നെ. കളി നോക്കറ കളി തന്നെ കുറച്ച് പറഞ്ഞു തന്നല്ലേ കുരുത്തക്കിടന്നാലും അന്നത്തെ ആ ഒരു ഓട്ടം ചാട്ടം. അതെ എന്താ പയ്യ ലാസ്റ്റ് വേണേ നോക്കാം. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്. ഇവര് ഫോട്ടോ ഈ പല്ല് അടിച്ചേ ഏട്ടന്മാരെന്താണ് അതാ ഇതിന്റെ പടക്കം.
ഇവരൊന്ന് പ്ലാൻ ആക്കാൻ പോകുന്ന ആടോ കേക്ക് കട്ട് ചെയ്യുന്നേ തോന്നല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം വേറെ ഒന്നുമല്ല, നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. കേക്ക് ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്ക് നടന്ന് ചെറിയ കുഞ്ഞ് കേക്ക് ഓർഡർ ചെയ്ത് കട്ട് ചെയ്യാനാണ് ഉണ്ടായിട്ടാ. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ ഹോള് തരാം. പിന്നെ ആ ഹോളിൽ അവരൊന്നും അതിന് ചിലവ് കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളാകെ 6-8 പേരല്ലേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ആ കേക്ക് അവിടെ നിന്ന് പോയി മുറിച്ചോ നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഹോള് തന്നു. അതുകൊണ്ട് പ്രകാശയുടെ വേഗം നമ്മളതിലുണ്ടായ ഒരു 5 ഉണ്ടായത് വേഗം തന്നെ അതിന് കർട്ടനും ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ മുറിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു എടുക്കുമ്പോൾ ശരിക്കും ഒരു ഫോട്ടോയിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ സന്തോഷമായിരുന്നു. കാരണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ചെയ്തതേ അല്ല. പക്ഷേ പ്രതീക്ഷിക്കാണ്ടായിട്ട് തന്നെ നല്ല ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഏറ്റവും വലിയ സന്തോഷം. ശരിക്കും വിചാരിക്കും എൻ്റെ ഫാമിലി തന്നെ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ ഇവർ ഇത്രയും നന്നായിട്ട് ആഘോഷിച്ചിനോ എന്ന് വിചാരിക്കും. പറഞ്ഞാൽ ആൾക്കാരില്ലേ. പക്ഷേ ഇതൊന്നും ഞാനും പ്രകാശേടും തന്നെ സർപ്രൈസ് ആയിരുന്നു. അയ്യോ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ. നമ്മൾ സത്യം പറഞ്ഞാൽ കേക്ക് വരെ ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. എന്നുവെച്ചാൽ കേക്ക് മുറിക്കാമെന്ന്, കുഞ്ഞ് കേക്ക് 1/2 kg ഇന്നലെ മുറിക്കാമെന്നുള്ളതാണ് ഇന്നലെ പ്ലാൻ ചെയ്തതെന്ന്. കാരണം അങ്ങനെ ഒരു വലിയല്ല എന്നുവെച്ചാൽ ഫുഡ് കഴിക്കാൻ ഒന്നിച്ചിരുന്നിട്ട് ആ ഒരു ഇതേ ഉണ്ടായില്ല. കാരണം അവിടുന്ന് വലിയ ഫംഗ്ഷനൊന്നും അല്ലാത്തതുകൊണ്ട് കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. കേക്ക് ജസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുറിക്കുക എന്നുള്ളത് അങ്ങനെയുണ്ട്. ഇതിപ്പം ശരിക്കും ഒരു ഫോട്ടോ സെലിബ്രേഷൻ അവിടെ നിന്ന് വന്ന് സ്റ്റാഫ് നമുക്ക് ഫോട്ടോസ് എടുത്തൊരു വീഡിയോ എടുത്തൊക്കെ ചെയ്തു. എല്ലാം ഭയങ്കര സത്യം പറഞ്ഞാൽ ഓർമ്മിക്കുമ്പോൾ എനിക്കൊന്ന് ഇത്രയും നാളത്തെ ബർത്ത്ഡേയിൽ എനിക്ക് ഒരു ഭയങ്കര മൊമെൻറ്റ്സ് കിട്ടിയത് എനിക്ക് ഇത്തവണത്തെ ബർത്ത്ഡേ തന്നെയാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയി ചെയ്തുകൊണ്ടോന്നൊന്നും എനിക്കറിയില്ല. അവനെ കിട്ടുന്നുണ്ട്. വീടില്ല ഒരു കസേരയും കുഞ്ഞിട്ടാ ആടെ നിന്നോ അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നവരെ അതെടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ കാശി, ഹാപ്പി ബർത്ത്ഡേ ടു യു, may the good God bless you. അത് കുറച്ച് അല്ല ആദ്യം നിൽക്ക്. മെല്ലെ മെല്ലെ മെല്ലെ. എന്ത് തരാ ഓ കടിക്കുന്നില്ല. അതോള് വരട്ടെ.
ഇത് ഫസ്റ്റ് മുതലേ അത് പ്രശ്നമുണ്ടോ? ഇയാള് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ആ കേക്ക് മതിയാ ഞാനിതെല്ലാം വശമില്ലാന്നല്ലേ എല്ലാം ഒന്നുമില്ല. ഏകദേശം പിന്നെ ഏകദേശം ഫുൾ ഉണ്ട് നമ്മളെ ഫുൾ വ്ളോഗില്. ഷൈനേച്ചിയും ഉണ്ട്, ഓഞ്ചിയും സച്ചിനേട്ടനില്ലാതെ ഫുൾ കേക്ക് തീറ്റി തുടങ്ങി. അങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രകാശേട്ടൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് വേറെ തന്നെ ഒരു സംഭവമാണ്. ഭയങ്കര ഒന്നും പറയണമെന്നറിയില്ല, കാരണം എല്ലാവരും ഒരുപോലെ നല്ല കമ്പനിയാണ്. ഭയങ്കര രസമാണ് അവരൊന്നിച്ചുണ്ടാകുന്ന ഒരു അരമണിക്കൂർ അത് വിടുന്നൊന്നും ഇല്ല കേട്ടോ. ഒന്നിച്ചാണെങ്കിൽ എല്ലാവരും നല്ല രസമാണ്. അപ്പോൾ ഞാനും അങ്ങനെ അവരെപ്പോഴും നല്ല ഫ്രണ്ട്സ് പോലെ തന്നെ എനക്കും അവരും അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര രസമാണ് ഒന്നിച്ചുണ്ടാകുമ്പോൾ. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഇപ്രാവശ്യം ഭയങ്കര കളറാക്കിയത് അവരാണ്, ഫ്രണ്ട്സാണ്. ഈ 3 ഫ്രണ്ട്സും അവരുടെ പ്രസൻസും അവരുടെ എന്താ പറയുക, അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. അവർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ഒരു ബർത്ത്ഡേ നമ്മൾ മാത്രം ഒതുങ്ങി എന്താ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അധികം ഒന്നും ആഘോഷിക്കേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ മോൻ്റെ ബർത്ത്ഡേ അല്ലേ, പക്ഷേ ഓനെയും കൂട്ടി എന്തെങ്കിലും ഒന്ന് വേണ്ടേ എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമുക്ക് പോകാൻ വെച്ച്. എപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ ഇന്നൊന്നല്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കും അധികം കൂടാറുണ്ട്. ഇങ്ങനെ എന്താ ഫുഡ് അടിക്കാനായാലും നമ്മളൊന്നിച്ച് കൂടും. എല്ലാവരും കിട്ടിയില്ലെങ്കിലും എല്ലാവരും ഒന്നിച്ച് കൂടുന്നതാണ് എപ്പോഴും. അതുപോലെ തന്നെ ഇന്നും എന്നായിരുന്നു പ്ലാൻ. പക്ഷേ ബർത്ത്ഡേ എന്താ പറയുക, ഒരു വലിയൊരു ദൈവം എന്ന് പറയുന്ന ഒരു വലിയൊരു സത്യമാണെന്ന് മനസ്സിലാക്കിയൊരു നിമിഷം എനിക്ക് ഇന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യേണ്ട വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവരുടെ കൂടെ പ്ലേ പാർക്കിൽ കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകണം. അതിനിടയിൽ ഒരു ചെറിയൊരു കാര്യം നമ്മൾ മറന്നുപോയി എന്നല്ല, നമ്മളൊരു ഇത് വാങ്ങിയിട്ടുണ്ടായി പോപ്പർ പൊട്ടിക്കേണ്ടത്. അത് പക്ഷേ അതിനുള്ളിൽ അവർക്ക് ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ആക്കിക്കൂടാന്നുള്ളതുകൊണ്ട് നമ്മളത് പൊട്ടിച്ചില്ല. അത് നമുക്ക് ജസ്റ്റ് പോകുമ്പോൾ പൊട്ടിക്കാന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. അപ്പോൾ ഗുഡ് നൈറ്റ്.